ഒന്ന് നിന്നേ. എങ്ങോട്ടാ? കുറച്ചു ദിവസമായിട്ട് മനസമാധാനം തീരെയില്ല. ഒന്ന് അമ്പലം വരെ പോവാന്ന് കരുതി. ഈ വീട്ടിലുള്ളവരുടെ എല്ലാം മനസ്സമാധാനം കെടുത്തിയിട്ട് നീ ഒറ്റയ്ക്ക് സമാധാനം കണ്ടെത്താൻ പോണ്ട. സംഭവിച്ചതിനെല്ലാം ഞാൻ മാത്രമാണോ ഉത്തരവാദി? അമ്മ പറയുന്നത് കേട്ടാ ഞാൻ കിരീട്ടിനെ നിർബന്ധിച്ചെല്ലാം ചെയ്യിച്ചതുപോലെയാണല്ലോ. നിർത്തടി. നിന്റെ നാക്കിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാം നീ മനസ്സിൽ എന്തുമാത്രം വിഷം കൊണ്ട് നടക്കുന്ന ഇനമാണെന്ന്. പക്ഷേ നിന്റെ കളികളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ദാ ഇത് പിടിക്ക്, പോയി ടെസ്റ്റ് ചെയ്യ. ഇപ്പോഴോ? അതെ. എന്തിനെത്ര ധൃതി കൂട്ടുന്നത്? ഇത്ര നേരത്തെ ടെസ്റ്റ് ചെയ്താ റിസൾട്ട് കാണിച്ചു വരില്ല. ഇവളും സ്വപ്നയെ പോലെ എല്ലാവരെയും പറ്റിക്കാനുള്ള പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവളുടെ നാടകം ഇന്നോടെ പൊളിക്കണം. ടെസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയുന്നതാ നല്ലത്. വാ വാ ഇങ്ങോട്ട്. ഇത് വെച്ചിട്ടല്ലേ സ്വപ്ന പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആക്കിയത്? പ്രീതിയും അങ്ങനെ പറ്റിച്ചാലോ? അത് വേണ്ട. എന്നാ വേഗം ടെസ്റ്റ് നടത്തിക്കോ. നോക്കി നിൽക്കാതെ വേഗം ചെയ്യേ. ഈ തള്ളക്കെന്താ വട്ടായോ? അവരെ കുറച്ചു ദിവസം ടെൻഷൻ എടുപ്പിക്കാന്ന് ഞാൻ കരുതിയതാ. കിരീട്ടൻ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കരുതിയ എന്നോട് കൂടുതൽ അടുപ്പും കാണിച്ചേനെ. അതെല്ലാം സ്വപ്നം കണ്ടതിപ്പോ വെറുതെ ആയി. അതെ, ഒന്ന് വേഗം വേണം. ആ ഇങ്ങോട്ട് കൊണ്ടുവാ, നോക്കട്ടെ. കാണിച്ചേ. അപ്പൊ നീ പ്രഗ്നന്റ് അല്ല? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസങ്ങൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഒന്നും കിട്ടില്ല. നീ കൂടുതൽ നമ്പർ ഒന്നും ഇറക്കണ്ട. നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ ഇപ്പൊ സന്തോഷിച്ചേനെ. പക്ഷേ നിനക്കങ്ങനെ നാണോ മാനോ ഒന്നും ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ കുടുംബം തകർത്ത് ഗിരിയുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറണം, അത്രേ ഉള്ളൂ. മഞ്ജു അമ്പലത്തിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ പ്രീതി വരുമെന്ന് കരുതി കുറെ കാത്തു നിന്നു. പുറകെ എത്തുമെന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. എന്തു പറ്റി? ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോ അമ്മയാ ടെസ്റ്റ് നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞത്.
എന്ത് ടെസ്റ്റ്? ആ അത് ഷുഗറിന്റെ ടെസ്റ്റ്. ഓ, വീട്ടിൽ വെച്ച് ടെസ്റ്റ് നടത്താനുള്ള കിറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് ഒരേ നിർബന്ധം. കഴിഞ്ഞ ദിവസം പായസം കുറെ കുടിച്ചതല്ലേ, അതിന്റെ ടെൻഷനായിരിക്കും. എല്ലാം നോർമലാ. വല്ലപ്പോഴും ഒരു ഗ്ലാസ് പായസം കുടിച്ചാ ഒരു പ്രശ്നവുമില്ലമ്മേ, അല്ലേ മഞ്ജു? എന്താ അമ്മേ, ഞാൻ മഞ്ജുവിനോട് സത്യം തുറന്നു പറയുന്നത് അമ്മ പേടിച്ചോ? നീ അമ്പലത്തിലേക്ക് വേഗം പോകാൻ നോക്ക്, നട അടയ്ക്കും. എന്റെ ഉദ്ദേശം ഈ കുടുംബം തകർക്കുക എന്നാണെങ്കിൽ അത് എത്ര എളുപ്പത്തിൽ സാധിക്കുന്ന അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഗിരിയേട്ടനും ഞാനും തമ്മിൽ നടന്നതിനെ പറ്റിയും ഇപ്പൊ നടന്ന ഈ ടെസ്റ്റിനെ പറ്റിയും മഞ്ജുവിനോട് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഗിരിയേട്ടനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഈ വീട്ടിൽ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വിശ്വസിച്ച അമ്മയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ അതത്ര എളുപ്പമാവും നമ്മ കരുതണ്ട.